ഇറാനുമായി പെട്രോളിയം വ്യാപാരത്തിൽ ഏർപ്പെട്ട 6 കമ്പനികൾക്ക്. ഛത്തീസ്ഗഡിൽ ജയിലിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എംപിമാർക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജാമ്യം നൽകാൻ നടപടിയെടുക്കും എന്ന് അമിത്ഷാ എംപിമാരെ അറിയിച്ചിരിക്കുന്നു. ഇന്നോ നാളെയോ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. ജാമ്യാപേക്ഷയെ സംസ്ഥാന സർക്കാർ എതിർക്കില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആന്റണി ജോർജ് വിവരങ്ങളുമായിട്ട് ചേരുന്നു. ജാമ്യാപേക്ഷയെ എതിർക്കില്ല സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നിടത്ത് തന്നെ ആ ജാമ്യം ലഭിക്കും എന്ന് ഉറപ്പ് ഉണ്ട് എന്നുള്ള സൂചനയാണോ അമിത്ഷാ നൽകിയിരിക്കുന്നത്? ആന്റണി ജോർജ്. തീർച്ചയായും ഒരു 4 മണിയോട് കൂടിയാണ് കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടത്. ബെന്നി ബെഹനാൻ അടക്കമുള്ള ആളുകളാണ് കാണാനായി എത്തിയത്. ഈ കൂടിക്കാഴ്ചയിലാണ് ഇപ്പോൾ അമിത്ഷാ എംപിമാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാനുള്ള എല്ലാ നടപടികളും ഉടൻ തന്നെ എടുക്കും. ഇന്നോ നാളെയോ അവർക്ക് ജാമ്യം ലഭിക്കും എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ എംപിമാരെ അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ വിചാരണ കോടതിയിൽ, അതായത് ഇന്നലെ ജാമ്യാപേക്ഷ തള്ളിയ സെഷൻസ് കോടതിയിൽ തന്നെ, ദുർഗ് സെഷൻസ് കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷ നൽകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു ജാമ്യാപേക്ഷ നൽകിയാൽ അതിനെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്നുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി എംപിമാരോട് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ NIAക്ക് വിട്ടത്, അതായത് വാദം പോലും കേൾക്കാതെ കേസ് NIA കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടത് നിയമവിരുദ്ധമാണ്, അങ്ങനെ വിടേണ്ടതില്ലായിരുന്നു എന്നുള്ള കാര്യവും കൂടി അമിത്ഷാ എംപിമാരോട് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ നൽകാനുള്ള നിർദ്ദേശവും കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഈ ഛത്തീസ്ഗഡ് സർക്കാരും നിലപാട് അറിയിക്കുമെന്നുള്ള കാര്യവും കൂടി അമിത്ഷാ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അമിത്ഷാ ഇടപെട്ടതിന് പിന്നാലെ തന്നെ കന്യാസ്ത്രീകൾക്ക് പുറത്തേക്ക് വരാനുള്ള വഴി തെളിയുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് ഒരുപക്ഷെ ജാമ്യം കിട്ടിയേക്കാം എന്ന് തന്നെയാണ് അമിത്ഷാ പറയുന്നത്. അല്ലെങ്കിൽ നാളെ എന്തായാലും അവർ പുറത്തേക്ക് ഇറങ്ങും. അതിനുവേണ്ട നടപടികളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ എടുക്കുമെന്നുള്ള കാര്യവും കൂടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ജാമ്യം ലഭിച്ചതിന് ശേഷം കേസ് റദ്ദാക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമോ മുന്നോട്ട് പോക്കുകളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാഗ്ദാനമോ അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? അതോ ആദ്യം ജാമ്യം ലഭിക്കട്ടെ, അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാം എന്നുള്ള രീതിയിലാണോ? ആ രീതിയിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ വന്നിട്ടുണ്ടോ ആന്റണി ജോർജ്? നിലവിൽ ഈ ജാമ്യം ലഭിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ എടുക്കും. ഇത്തരത്തിൽ ഈ കോടതിയിൽ നിന്ന് തന്നെ എതിർക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് അമിത്ഷാ അറിയിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങളിൽ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത് NIAക്ക് വിട്ട കാര്യങ്ങളിലടക്കം വിശദമായ അന്വേഷണം പിന്നീട് നടക്കും. അക്കാര്യങ്ങളിൽ പിന്നീട് തീരുമാനം എടുക്കാം എന്നുള്ള കാര്യമാണ് അമിത്ഷാ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ഈ NIAക്ക് കേസ് വിട്ടതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകാനുള്ള നിർദ്ദേശം ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത്. ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിക്കും, ഛത്തീസ്ഗഡ് സർക്കാരും ഇക്കാര്യത്തിലുള്ള നിലപാട് അറിയിക്കുമെന്നും അമിത്ഷാ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് നടക്കും. ഇപ്പോഴുള്ള ഒരു മുൻഗണന കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ട നടപടികൾ എത്രയും വേഗത്തിൽ തന്നെ സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഛത്തീസ്ഗഡ് സർക്കാരിന് അമിത്ഷാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ യോഗത്തിൽ തന്നെ അമിത്ഷാ ഇവരെ വിളിച്ച ഉന്നത വൃത്തങ്ങളെ വിളിച്ച ഇക്കാര്യം നിർദ്ദേശമായി തന്നെ നൽകിയിട്ടുണ്ടെന്നാണ് എംപിമാർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കേസടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീടുള്ള ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അത് പരിഗണിക്കും. ഏതായാലും ഇപ്പോൾ അടിയന്തരമായി തന്നെ ജാമ്യം അവർക്ക് ലഭ്യമാക്കുക എന്നുള്ള കാര്യം തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നാളെ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് ഈ കന്യാസ്ത്രീകൾ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ജാമ്യം നൽകാനുള്ള നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഇടപെട്ടിരിക്കുന്നത്. ഇതിൽ 2-3 സംശയങ്ങളാണ് ഉയരുന്നത്. ഒരു സംശയം എന്ന് പറയുന്നത്, നാളെ ഹൈക്കോടതിയെ സമീപിക്കുന്നു, ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലൂടെ നേടിയെടുത്ത ഒന്ന് എന്നുള്ളതിലേക്ക് വരും. രണ്ടാമത്തെ കാര്യം, മറ്റൊരു സാധ്യത ഉണ്ടായിരുന്നത് കേരളത്തിൽ നിന്നടക്കം രാജ്യവ്യാപകമായിട്ട് ക്രൈസ്തവ സഭകളുടെ സംയുക്തമായിട്ടുള്ള പ്രതിഷേധം ഒരു ഭാഗത്തുണ്ടായി. ആ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട് BJP
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞ വലിയ കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 24% വോട്ടുകൾ നേടി വലിയ തിരയിളക്കമുണ്ടാക്കും NDA, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്നൊക്കെ പറയുകയുണ്ടായി. ആ കാര്യങ്ങളിലൊക്കെ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ കൂടെ ചേർക്കുന്ന രീതിയിലും ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുണ NDAക്ക് ഉണ്ടാവുമെന്നുള്ള രീതിയിലുമൊക്കെ സംസാരിക്കുകയുണ്ടായി. എന്നാൽ അതെല്ലാം വ്യാജമാണെന്നും ഒരു ഭാഗത്ത് കേക്കുമായിട്ട് വരികയും മറുഭാഗത്ത് കൈവിലങ്ങണിയിക്കുകയും ചെയ്യുന്ന ഒരു ആട്ടുംതോലിട്ട ചെന്നായിയാണ് BJP എന്നുള്ള രീതിയിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തിൻ്റെയും ഒപ്പം തന്നെ ഇടതുപക്ഷ നേതാക്കളുടെയൊക്കെ നാവിൽ നിന്ന് വാക്കുകൾ വരികയുണ്ടായി. ഇവിടെ കേരളത്തിലെ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രതിനിധികളായിട്ടുള്ള ജോർജ് കുര്യനും സുരേഷ് ഗോപിയും ഈ വിഷയത്തിൽ മിണ്ടാത്തത് എന്തേ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് ഉയരുന്നു. ഇതെല്ലാം വരുന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ആണ് ഈ ജാമ്യം നൽകാനുള്ള വാഗ്ദാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയതെങ്കിലും വേണമെങ്കിൽ BJPക്ക് ഒന്നുകൂടി മുഖം രക്ഷിക്കാവുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാമായിരുന്നു. ആ കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള UDF MPമാർ വന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം നൽകാവുന്ന രീതിയിൽ സഹായിക്കാം എന്ന് പറയുന്നതിന് പകരം BJPയിലെ തന്നെ കുറച്ച് MPമാർ ചെന്ന് BJPയുടെ തന്നെ മുൻകൈയിൽ ജാമ്യം എടുക്കാൻ ലഭിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാവുമായിരുന്നു. അതായത് വേണമെങ്കിൽ അമിത്ഷായെ BJPയിലെ ചില ഇതിൽ തന്നെ സംഘപരിവാറിനകത്ത് 2 തരം അഭിപ്രായങ്ങളുണ്ടല്ലോ. ഈ ജയിലിലടയ്ക്കേണ്ടതില്ലായിരുന്നു എന്നുള്ള രീതിയിൽ അഭിപ്രായമുള്ളവരുമുണ്ട്. അവരിൽ ആരെങ്കിലും ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണുകയും അവരോട് മറുപടി നൽകുകയും ചെയ്തിരുന്നെങ്കിൽ UDFന് അതിൻ്റെ ക്രെഡിറ്റ് പോകില്ലായിരുന്നു. പക്ഷേ അവിടെ UDFന് തന്നെ ക്രെഡിറ്റ് ഇരിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് വരുന്നതിൻ്റെ അകത്തും ചില രാഷ്ട്രീയങ്ങളുണ്ട്. അതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ടി വരികയും ചെയ്യും. എന്തായാലും ജാമ്യം ലഭിച്ചാൽ മാത്രം കാര്യങ്ങൾ തീരുന്നില്ല. അവരുടെ ആ കേസ് റദ്ദാക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് അതിനുശേഷം UDF MPമാർ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും സംയുക്ത സഭാ നേതൃത്വത്തിനും ആ രീതിയിലുള്ള അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. അതിലും പരിഹാരമുണ്ടായാൽ മാത്രമേ കേരളത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ള മുന്നോട്ട് പോക്കിൽ NDAക്കും സംഘപരിവാറിനും BJPക്കും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൂടി അതിൻ്റെ അടിസ്ഥാനമായിട്ട് വരികയും ചെയ്യും. ഈ ഒരു കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ BJP പുലർത്തിയിട്ടുണ്ടാകുമോ? തീർച്ചയായും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സഭാ നേതൃത്വം രൂക്ഷ ഭാഷയിൽ തന്നെ BJPക്കെതിരെ രംഗത്ത് വരുന്നതും കണ്ടിരുന്നു. ഇന്നലെ KCBCയുടെ അധ്യക്ഷനടക്കം അതിരൂക്ഷമായ വിമർശനമാണ് BJPക്കെതിരെ പറഞ്ഞത്. അതായത് എന്തെങ്കിലും ആത്മാർത്ഥത വേണം ഇക്കാര്യത്തിൽ എന്ന്, അതടക്കം കേക്കും വൈനുമായി മാത്രം വന്നാൽ പോരാ എന്നതടക്കമുള്ള വിമർശനങ്ങൾ BJPക്കെതിരെ ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഭാഗമായി സിറമലബാർ സഭയെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഇറങ്ങുകയാണ്. വൈകുന്നേരം സിറമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടലിനെ കാണുന്നുണ്ട്. നാളെ CBCAയുടെ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിനെയും കാണുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ. ഏതായാലും അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുമ്പോഴും BJPക്കകത്ത് ഇക്കാര്യത്തിൽ എന്താണ് എന്നുള്ള ഒരു നിലപാടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അനൂപ് ആന്റണി അടക്കം ഛത്തീസ്ഗഡിലേക്ക് പോയപ്പോഴും അതിൽ എന്ത് നിലപാട്, ഇവരെ പുറത്തിറക്കുന്ന കാര്യത്തിലടക്കം ഒരു കൃത്യമായൊരു നിലപാടെടുക്കാൻ BJPക്ക് സാധിച്ചിരുന്നില്ല. ഏതായാലും ഇന്നലെ തന്നെ UDF ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ ഇടപെടൽ നടത്തിയിരുന്നു. നമുക്കറിയാം, ആദ്യം അവിടേക്ക് എത്തിയത് ബെന്നി ബെഹനാനും അതുപോലെ തന്നെ NK പ്രേമചന്ദ്രനും ഫ്രാൻസിസ് ജോർജും അടക്കമുള്ള MPമാരാണ് ഛത്തീസ്ഗഡിലേക്ക് എത്തിയത്. റോജി M ജോൺ അടക്കമുള്ള MLAമാർ നിലവിൽ ഛത്തീസ്ഗഡിൽ തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ ഈ MPമാർ, UDFൻ്റെ MPമാർ അമിത്ഷായെ കാണാനുള്ള തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അമിത്ഷാ ഇവർക്ക് സമയം അനുവദിച്ചത്. ആ കൂടിക്കാഴ്ചയിൽ തന്നെയാണ്, ഏതായാലും മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളില്ല എന്നാണ് അമിത്ഷാ ഇക്കാര്യത്തിൽ ഈ MPമാരോട് പറഞ്ഞിട്ടുള്ളത്. അറസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ താല്പര്യങ്ങളും തങ്ങൾക്കില്ല. നിലവിൽ ജാമ്യം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വേണ്ട തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നിലവിൽ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം എത്രയും വേഗം ലഭിക്കുക, അവരെ പുറത്തിറക്കുക എന്നുള്ളതാണ് മുന്നോട്ട് എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിലേറ്റവും വിഘാതമായി നിൽക്കുന്നത് ഈ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ നിലപാടാണ്. ഒരു തരത്തിലും ഇന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഈ പോലീസ് നടപടിയെ ന്യായീകരിക്കുന്ന നിലപാടടക്കം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഒരു തരത്തിലും പിന്നോട്ട് പോകാത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഛത്തീസ്ഗഡ് സർക്കാർ. അക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നത് കേന്ദ്ര നേതൃത്വത്തിന് മാത്രമാണ്. BJPയുടെ അമിത്ഷായെ പോലുള്ള ഒരാൾക്ക് മാത്രമാണ് അക്കാര്യത്തിൽ ഒരു നിലപാട് എടുക്കാൻ കഴിയുക. അതിൽ ആന്റണി ജോർജ് നിലപാട് ഒരു പ്രശ്നമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിലപാട് കൃത്യമായിട്ടുണ്ട്. ആ നിലപാട് എന്ന് പറയുന്നത് മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം,
മനുഷ്യക്കടത്ത് എന്നിവ ഒക്കെ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ന്യൂനപക്ഷങ്ങളോട്, ക്രൈസ്തവ സമൂഹത്തോടാകട്ടെ, അതിനേക്കാൾ ഉപരി മുസ്ലിം ന്യൂനപക്ഷത്തോടാകട്ടെയുള്ള പൊതു സമീപനം സംഘപരിവാറിൻ്റേത് എന്താണോ ആ സംഘപരിവാറിൻ്റെ ആ സമീപനം തന്നെയാണ് ആത്യന്തികമായ നിലപാട്. പക്ഷേ ഇവിടെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഊഹാപോഹങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നതും ഒരു ആവശ്യവുമാണ്. പ്രത്യേകിച്ചും ക്രൈസ്തവ വോട്ടുകൾ അവരെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് തന്നെയും. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഗത്ത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അതിൻ്റെ വകുപ്പിൻ്റെ ചുമതലയുള്ള അമിത്ഷായുടെ ഔദാര്യത്തിൽ കിട്ടാൻ പോകുന്ന ഒരു ജാമ്യം എന്നുള്ള നിലയ്ക്കാണ് അത് വരുന്നത്. അത് ആത്യന്തികമായിട്ട് നീതിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒന്നല്ല. ആഭ്യന്തര വകുപ്പ് ഇടപെടുന്നതാ നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ജാമ്യം. അതായത് നിയമവ്യവസ്ഥയ്ക്ക് മുകളിൽ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നു. ഭരണകൂടം ഇടപെട്ടുകൊണ്ട് ഒരു നിയമവ്യവസ്ഥയിൽ നിന്ന് ഒരു ജാമ്യം സാധ്യമാക്കി തരുന്നു എന്ന് പറയുന്ന ഒരു സന്ദേശം, അതിലൊരു ഔദാര്യം ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഔദാര്യം ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താണ് എന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒപ്പമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ, കേരളത്തിൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ വലിയ ഒരു കുറിപ്പിട്ട് സഭാ നേതൃത്വത്തെ തന്നെ മുൾമുനയിൽ നിർത്തുന്ന മുൻകാല ചെയ്തികളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് താരതമ്യം ചെയ്യുന്നു. ഒരു ഭാഗത്ത് ശശികലയെ പോലെയുള്ളവർ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള രീതിയിൽ സഭാ നേതൃത്വത്തെയും അവരുടെ ചെയ്തികളെയും കുറിച്ചുള്ള സംഘപരിവാറിൻ്റെതും RSSൻ്റെതും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെതുമായിട്ടുള്ള ആരോപണങ്ങളുടെ മുൾമുന ഒന്നൊന്നായിട്ട് നിരത്തുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് എന്താണോ അവർ ന്യൂനപക്ഷങ്ങളോട് പറയാനും ചെയ്യാനും ഉദ്ദേശിക്കുന്നത് അത് സംഘപരിവാറിന് അനുകൂലമായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ അണിനിരത്തുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ പറയുന്ന പോലെ ഇടപെട്ടുകൊണ്ട് ഞങ്ങളിത് ചെയ്തു തരുന്നു എന്ന് പറയുന്ന രീതിയിൽ വരുത്തുന്നു ഒരു ഭാഗത്ത്. ഇങ്ങനെ രണ്ട് വൈരുദ്ധ്യങ്ങൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ തത്സമയം എറണാകുളം അങ്കമാലി അതിരൂപത കന്യാസ്ത്രീകളുടെ ജാമ്യം ആവശ്യപ്പെട്ട് അവരെ തടവിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തത്സമയം പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിൽ ജയിലിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ ജാമ്യത്തിൽ കോൺഗ്രസ് MPമാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജാമ്യം നൽകാൻ നടപടിയെടുക്കുമെന്ന് അമിത്ഷാ MPമാരെ അറിയിച്ചിരിക്കുന്നു. ഇന്നോ നാളെയോ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കും. ജാമ്യാപേക്ഷയെ സംസ്ഥാന സർക്കാർ, അതായത് ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്നും സൂചിപ്പിച്ചിരിക്കുന്നു. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികൾ, പുരോഹിതന്മാർ, കന്യാസ്ത്രീകൾ എല്ലാവരും ഉൾപ്പെടുന്നവർ ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJPക്ക് രൂക്ഷ വിമർശനവുമായിട്ട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്നും ആ വിമർശനം തുടർന്നു. കേരളത്തിൽ കേക്ക്, ഉത്തരേന്ത്യയിൽ കൈവിലങ്ങും മർദ്ദനവും, ഇതാണ് BJPയുടെ നയമെന്ന് പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ